സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വീട്ടിലല്ല. ഇപ്പം ഈ ഇറങ്ങി വന്ന വീട്ടിലെ ഡോറും ഈ വീടും ഈ വീട്ടുകാരും ഇനി മുതൽ നമ്മളുടെ എല്ലാവരുടെയും കൂടിയാണ്. കാരണം ഇത് നമ്മളുടെ ഒക്കെ സ്വന്തം സുലോചന രാമകൃഷ്ണൻ്റെ വീടാണ്. ഞാനിന്ന് രാവിലെ ഞങ്ങൾ 2-3 പേര് സുലോചന രാമകൃഷ്ണൻ്റെ വീട്ടിൽ വരികയും ചേച്ചിനെ കാണുകയൊക്കെ ചെയ്തു. നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട സമയത്ത് അറിയാണ്ട് പോകുന്നുണ്ട്. അതിലൊന്നാണ് വയനാട്ടിലെ സുലോചന ചേച്ചി. നമുക്കെല്ലാവർക്കും നക്സൽ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാം. ഇടതുപക്ഷത്തിൻ്റെ തീവ്ര ചിന്താഗതിയുള്ളവർ മാറി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നക്സൽ പ്രസ്ഥാനം. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ SSLC പാസ്സാവുകയും അതോടൊപ്പം ആ സമയത്ത് തന്നെ നക്സൽ പ്രസ്ഥാനത്തിൽ കുറച്ചെങ്കിലും ആകൃഷ്ടയായി SFI പ്രസ്ഥാനത്തിലൂടെയാണ് നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ബാലപാഠങ്ങൾ ചേച്ചി പഠിക്കുന്നത്. അവിടെ നിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ചേച്ചീനെ അജിത ചേച്ചീൻ്റെ ഒക്കെ കൂടെ തന്നെ ഏകദേശം അതേ ടൈമിൽ പിടിച്ചു കൊണ്ടുപോവുകയും അന്ന് ചേച്ചിക്ക് വെറും 16 വയസ്സാ പ്രായം. ആ സമയത്ത് ചേച്ചീനെ പിടിച്ചു കൊണ്ടുപോവുകയും 1 മാസക്കാലം പോലീസ് കസ്റ്റഡിയിലും അതിനുശേഷം അടിയന്തരാവസ്ഥ തീരുന്നത് വരെ ജയിലുകളിലും പാർപ്പിച്ചു. ആ ചേച്ചീൻ്റെ അനുഭവ കഥകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചേച്ചീൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെ ബോൾഡായിരിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സുലോചന ചേച്ചി. കാരണം സുലോചന ചേച്ചീനെ ഒരു സുപ്രഭാതത്തിൽ ഒരു യാത്രക്കിടയിൽ വെച്ചിട്ട് രാമകൃഷ്ണൻ സാറ് കാണുകയാണ്. അങ്ങനെ അവർ ചെറിയ ആഗ്രഹം രാമകൃഷ്ണൻ സാറ് സുലോചന ചേച്ചി പറയുകയും സുലോചന ചേച്ചി അത് താൽക്കാലികമായിട്ട് അന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട്, വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ സുലോചന ചേച്ചി മാറി നിൽക്കുകയും ചെയ്തു. എന്നാൽ നിരന്തരമായിട്ടുള്ള രാമകൃഷ്ണൻ സാറിൻ്റെ ഇടപെടൽ മൂലം സുലോചന ചേച്ചി രാമകൃഷ്ണൻ സാറെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ നമുക്കൊക്കെ അറിയുന്ന ഒരു കല്യാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീൻ്റെ വീട്ടിൽ വന്നിട്ട് കണ്ട് കല്യാണം ഉറപ്പിക്കുന്ന രീതിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ സുലോചന ചേച്ചി നേരെ അമ്പലവയലിലുള്ള രാമകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ അച്ഛനോടും അനിയനോടും അമ്മയോടൊക്കെ അവരുടെ സാഹചര്യങ്ങളും സുലോചന ചേച്ചീൻ്റെ സാഹചര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് രാമകൃഷ്ണൻ സാറ് സുലോചന ചേച്ചീൻ്റെ കല്യാണം കഴിക്കുന്നത്. അതൊരു ധീരമായ പ്രവൃത്തിയാണ് അന്നത്തെ. ഇന്ന് ഒരു പക്ഷേ കല്യാണത്തിന് മുന്നേ ചെക്കൻ്റെ വീട്ടിലേക്കും തിരിച്ചു മറിച്ചൊക്കെ ആളുകൾ പോകുന്നും വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ സുലോചന ചേച്ചി ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്വന്തം നിലനിൽപ്പ് എന്താണെന്ന് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും അവരുടെ വീട്ടിൽ പോയിട്ട് കാണുകയും സംസാരിക്കുകയും അതിനുശേഷമാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. ഇപ്പോൾ സുലോചന ചേച്ചി സ്വസ്ഥാണ്, 2 മക്കളാണുള്ളത്. രാമകൃഷ്ണേട്ടൻ കുറച്ച് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സുലോചന ചേച്ചി ഇപ്പോഴും വയനാടിൻ്റെ സ്ത്രീകളുടെ കൂടെ വയനാട്ടിൻ്റെ എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും വയനാട്ടിൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും അതുപോലെ വൃദ്ധസദനങ്ങളിലും ഒക്കെ ചേച്ചീൻ്റെ നിറസാന്നിധ്യമുണ്ട്. ആ ചേച്ചീൻ്റെ വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. എന്നിട്ട് കുറേ ഇവർ ചോദിക്കും, മർദ്ദിക്കും, അടിക്കും. എവിടേക്കാണ്, എന്താണ് സ്ഥിതി, തോക്ക് എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയോ, ആരെയൊക്കെ അറിയാം, എന്തൊക്കെ ക്ലാസ്സിൽ പങ്കെടുത്തു, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവരങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിക്കുകയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ കൂടെ പിന്നെ ഒരു തീവ്രതയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയൊരു നക്സലിസം പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത്രയും ഭയങ്കരമായിട്ട് വായിച്ചിട്ടുള്ള അങ്ങനെ ഒരു വലിയ വ്യക്തിയായിട്ട് ഒന്നും ഒരു തീവ്ര ചിന്തയിലേക്ക് വന്നൊന്നുമല്ല. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ മാപ്പ് എഴുതി കൊടുക്കും. ഞാൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു മാപ്പ് എഴുതി കൊടുക്കുമൊന്നുമില്ല. പിന്നെ മാഡത്തിനെ പിടിച്ച് ഉന്തി തള്ളിയിട്ടിട്ട് ഞങ്ങൾ ഉന്തും തള്ളും അടിയായി. 5 ദിവസം എൻ്റെ സെല്ലിൽ എന്നെ കിടത്തി. അതിന് പണിഷ്മെൻ്റായിട്ട് ബാക്കിയുള്ളവരെല്ലാവരും നക്സലൈറ്റ് എന്ന് മുദ്ര കുത്തിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ കാണുമ്പോൾ പേടിയായിട്ട് മാറി നടന്നവരുണ്ട്. സുലോചന ചേച്ചി ഉണ്ട്. വരൂ, അടുത്ത് വരൂ. ഹായ്, നമസ്കാരം. സുലോചന ചേച്ചിന്റെ കാണാൻ വന്നതാ. ഇത് കൊത്ബേ ചാനലിന്റെ. പിന്നെ എന്തൊക്കെയുണ്ട്, വീട് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടിയാ? ഇല്ല, സുലോചന ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം സാമൂഹ്യ രംഗത്ത് ഇങ്ങനെ തിളയെ നിൽക്കുന്ന
വനിതാ രത്നല്ലേ. അങ്ങനെ ഇപ്പൊ ഈയിടയ്ക്ക് എന്തൊക്കെയോ അവാർഡുകൾ കിട്ടിയിരുന്നു അടുത്ത കാലത്ത്. ആ അവാർഡുകൾ ഇപ്പൊ ലാസ്റ്റ് കിട്ടിയത് മാനവ സേവാ പുരസ്കാരം. നിരന്തരം അവാർഡുകളുണ്ട്. അതിന്റെ ഓരോ തിരക്കാണ്. ഇപ്പൊ എല്ലാരും ഇങ്ങനെ ആദരിച്ചോണ്ടിരിക്കുകയാണ്. സന്തോഷം. പിന്നെ ജീവിതത്തിൽ അതൊക്കെ ഒരു സന്തോഷല്ലേ. ഞങ്ങൾ വന്നത് പ്രധാനമായിട്ടും ഞങ്ങളിപ്പോ അത് പറഞ്ഞു വരുമായിരുന്നു. അജിതേച്ചിനെ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കാലഘട്ടത്തിലൂടെ തന്നെ ആണ് ചേച്ചി ശരിക്കും കടന്നു വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. അപ്പം ചേച്ചിനെ കുറിച്ച് നമുക്ക് നമ്മുടെ വയനാട്ടുകാർക്കും അതേപോലെ തന്നെ നമ്മളെ മലയാളികൾക്കും മൊത്തം അറിയാൻ താല്പര്യം. ആ ഒരു കാലഘട്ടത്തിലൂടെ നക്സൽ ഒക്കെ ജയിലിൽ വാസമൊക്കെ അനുഭവിച്ചിട്ടാണ് ചേച്ചി വന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അജിതേച്ചി, മന്ദാകിനി, കുന്നിക്കൽ നാരായണൻ അവരുടെയൊക്കെ കൂടെ ഒരുമിച്ച് ജയിലിൽ കിടന്ന ഒരാളാ. മാന്നെന്റെ ജീവനാണ് മന്ദാകിനി. മന്ദാകിനി മേഡം അവരൊക്കെ കണ്ടിട്ടുണ്ട് ജയിലിൽ നിന്ന്. അപ്പൊ അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ സന്തോഷല്ലേ നമുക്ക്. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് അതിനൊന്നും അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുമ്പോ പഴയ നമ്മളെ പോലുള്ള പ്രായമുള്ളവർക്കൊക്കെ അറിയാം എന്താ അടിയന്തര. ഇന്നത്തെ കുട്ടികൾക്ക് കേൾക്കാനും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഹിസ്റ്ററി വായന കുറവാണല്ലോ. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ കുറച്ച് ഇതാവുമ്പോ കുറച്ച് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം 50 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമല്ലേ. സുഹൃത്തുക്കളെ, നമ്മളിപ്പം ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ഏകദേശം 50 വർഷം മുന്നേ നടന്നൊരു സംഭവമാണ് ഇവിടെ വയനാട്ടിൽ നക്സൽ പ്രസ്ഥാനം. അതോടെ അനുബന്ധിച്ചിട്ടുള്ള കൊടിയ പീഡനങ്ങളും ആരെ കണ്ടു കഴിഞ്ഞാലും പിടിച്ചുകൊണ്ട് ജയിലിലിരുന്ന ഒരു കാലവും അതിനെതിരെ പോരാടിയ ഒരു അച്ഛനും ടീച്ചർമാര് അവരെ കുറിച്ചൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു പോരാളിന്റെ മുന്നിലാണ് നമ്മളുള്ളതെന്ന്. അത് ഒരു സ്ത്രീയാണ്. നമ്മളെ വയനാട്ടിൽ നിന്ന് വന്ന ഏറ്റവും താഴേക്കടയിൽ വളരെ അരിഷ്ടിച്ച് ബുദ്ധിമുട്ടി ഒക്കെ ജീവിച്ച ഒരു ചേച്ചിയാണ് സുലോചന ചേച്ചി. അപ്പൊ സുലോചന ചേച്ചിന്റെ ജീവിത ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എൻ്റെ പേര് സുലോചന രാമകൃഷ്ണൻ. എൻ്റെ കുട്ടിക്കാലത്ത് CR സുലോചന എന്നാണ് അറിയപ്പെട്ടിരുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. പിന്നെ ഞാൻ ജനിച്ചത് മീനങ്ങാടിയിലെ വളരെ ചെറിയൊരു ഗ്രാമപ്രദേശത്താണ്. വയലുകളും കാടുകളും മലയും കുന്നും പുഴയും അരുവിയും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് ജനിച്ചത്. അതുകൊണ്ട് കുട്ടിക്കാലം ഞങ്ങൾ 6-7 മക്കളാണുള്ളത് വീട്ടിൽ. പിന്നെ അവിടുത്തെ പ്രദേശത്തുള്ള കുട്ടികളും എല്ലാവരും കൂടി വളരെ സുഖസുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിച്ചു വന്നവരാണ്. അപ്പോൾ ജീവിതത്തിൽ എനിക്ക് കുറച്ച് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായി. കാരണം അന്ന് വയനാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ജനവാസം വളരെ കുറവാണ്. ആദിവാസികളാണ് അധികം. മറ്റ് അടിസ്ഥാന വർഗങ്ങൾ വളരെയധികം കൂടുതലാണ്. ദാരിദ്ര്യം, പട്ടിണി, ഇല്ലായ്മ എല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും ജനിച്ചത്. ഞാനും ആ ഗ്രാമത്തിലേക്ക് വരുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്തുള്ള പനമണ്ണ എന്നുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത്. അപ്പോൾ അന്ന് വയനാട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അച്ഛനും അമ്മയും കുടുംബമടക്കം വയനാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ വയനാട്ടിൽ ജനിച്ചതാണ്. അച്ഛനും അമ്മയൊക്കെ പാലക്കാടാണ്. അച്ഛൻ ഒരു കർഷകനായിരുന്നു, ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഞങ്ങളത്. അപ്പോൾ അന്ന് ഞാൻ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സൊക്കെ ഞാൻ പഠിച്ചത് പഴൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബത്തേരീൻ്റെ അപ്പുറത്തുള്ള. അതെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത ഏട്ടൻ്റെ കൂടെ നിന്നിട്ടാണ് എൻ്റെ ഒരു സഹോദരന് ഞാനും പഠിച്ചത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോന്ന് മീനങ്ങാടിയിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ കൂടെ നിന്ന് ബാക്കിയുള്ള സ്കൂൾ ജീവിതം 10-ാം ക്ലാസ് വരെ പഠിച്ചത് മീനങ്ങാടി സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ അന്ന് വയനാട്ടിൽ വളരെയധികം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള പ്രശ്നങ്ങളും അത് ഞങ്ങളും സ്ഥിരം അനുഭവിച്ച വ്യക്തികളാണ്. ദാരിദ്ര്യം എന്താണെന്നുള്ളത്, പട്ടിണി എന്താണെന്നുള്ളത്, അങ്ങനെയുള്ള എല്ലാ വിഷമങ്ങളും അനുഭവിച്ച് വളർന്നവരാണ്. പക്ഷേ അയൽവാസികളും എല്ലാവരും ഞങ്ങളൊക്കെ നല്ലൊരു കൂട്ടായ്മയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 5, 6, 7 പഠിച്ച് മീനങ്ങാടിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് കുറച്ച് തീവ്രമായി ചിന്തിക്കുന്ന കുറേ അധ്യാപകരൊക്കെ ഞങ്ങളെ മീനങ്ങാടി സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ ഉള്ള
ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ SFIയിലാണ് ആദ്യമായിട്ട് എൻ്റെ സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങിയത്. SFIയിലൂടെ സാമൂഹ്യ രംഗത്തേക്ക് വന്നതെന്ന് വെച്ചാൽ സ്കൂളിലെ ചില വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചില കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ സമരങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അങ്ങനെയൊക്കെ SFI കൂടെയാണ് ഞാൻ ശരിക്കും വന്നത്. അത് കഴിഞ്ഞൊരു 8-9 പിന്നെ ഞാൻ ഒരു കലാകാരി കൂടിയായിരുന്നു. സ്പോർട്സിൽ എനിക്ക് നല്ല താല്പര്യമായിരുന്നു, സ്പോർട്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിംഗ് ടെന്നീസ് എന്നൊക്കെ പറഞ്ഞ് പണ്ടുള്ള അതിലൊക്കെ ഞാൻ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ലെവലിൽ, ജില്ലാ ലെവലിലൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ്. അത് അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്കും വരുന്നത്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കൂടെ നാടകം, അതുപോലെ ഡാൻസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കലാരൂപത്തിലൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല നാടകങ്ങൾ പണ്ടുണ്ടായിരുന്നതിലെല്ലാം ഈ നമ്മുടെ സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടുള്ള ചെറിയ തീമുകളാണ് അധികം നമ്മളെ നാടകങ്ങളിലേക്കൊക്കെ ഏറ്റെടുക്കാറ്. അപ്പോൾ ആ കഥകളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അഭിനയിക്കാനൊക്കെ എനിക്കറിയായിരുന്നു. അഭിനയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ജീവിതത്തിൽ അനുഭവിച്ച ആ തീവ്രത, ആ ദുഃഖങ്ങളൊക്കെ അതിലൂടെ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല നാടകങ്ങളിലും ഏറ്റവും നല്ല ആക്ട്രസ്സായിട്ടും സംസ്ഥാനതല ഒരു നാടക മത്സരം വയനാട്ടിൽ വെച്ച് നടക്കുകയും അതിൽ 18ഓളം നാടകങ്ങൾ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എടക്കാട് മുരളി എഴുതിയ ഹോമം എന്നുള്ള നാടകത്തിന് ഏറ്റവും നല്ല നാടക ആക്ട്രസ്സായിട്ടും ഏറ്റവും നല്ല നാടകമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ കോഴിക്കോട് അബൂബക്കർ സാറിൻ്റെ മകൻ സത്യജിത്താണ് സ്റ്റേറ്റിലെ ഏറ്റവും നല്ല നടനായിട്ട് കിട്ടിയത്. അപ്പോൾ ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലം എൻ്റെ ആ ഒരു ഹിസ്റ്ററി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ പണ്ട് എല്ലാവർക്കും അറിയും പോലെ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ചില പ്രമാദമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നതൊക്കെ തെരുവ് നാടകങ്ങളിൽ കൂടെ അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ എന്തെങ്കിലും നാടകമൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തെരുവ് നാടകങ്ങളിലൊക്കെ ഞാൻ പല നാടകങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിയേറ്ററുകളിൽ പല തിയേറ്ററിൽ ചില ദിവസമൊക്കെ നാടകം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൽ അക്ഷൗഹിണി, പടയണി, സ്നാദാശ്വം, അങ്ങനെ കുറേ നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരിത്തിരി അന്നത്തെ ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ അന്നത്തെ ആർക്കൊക്കെ എതിരെ അവിടുത്തെ വലിയ കുടിയ ജന്മികളും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെതിരെയൊക്കെ ഉള്ള ചില തീമുകളൊക്കെ ഉള്ള നാടകങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ കുറച്ച് തീവ്രമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് അധ്യാപകരൊക്കെ ഞാൻ സൂചിപ്പിച്ച മധുസൂദൻ മാഷ്, മുരളി മാഷ്, ഒരു ദാമോദരൻ മാഷ് ഒക്കെ മീനങ്ങാടിയിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരെ ഒക്കെ ആ നാടകത്തിലൊക്കെയാണ് അഭിനയിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ SLC കഴിഞ്ഞപ്പോഴും ഞാൻ നാടകരംഗത്ത് ചിലപ്പോഴൊക്കെ നാടകങ്ങളുണ്ടാവും, അതിലൊക്കെ അഭിനയിക്കും. എനിക്ക് 16 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ആ ഇടയ്ക്കാണ് 74-75 ബാച്ചാണ് ഞാൻ SLC എഴുതിയത്. അപ്പോൾ 74-75 എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചൊരു സമയം, എല്ലായിടത്തും പ്രശ്നങ്ങളും പ്രകമ്പനങ്ങളും അങ്ങനെയുള്ള കുറേ ഇഷ്യൂകൾ നിറഞ്ഞു നിന്നൊരു കാലഘട്ടം. ആ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ അന്നൊരു നോട്ടപ്പുള്ളി പോലെയാണ് ഭരണകൂടം കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ കൂടെ പിന്നെ ഒരു തീവ്രതയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയൊരു നക്സലിസം പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത്രയും ഭയങ്കരമായിട്ട് വായിച്ചിട്ടുള്ള അങ്ങനെ ഒരു വലിയ വ്യക്തിയായിട്ട് ഒന്നും ഒരു തീവ്ര ചിന്തയിലേക്ക് വന്ന ഒന്നുമല്ല. കാരണം അന്നത്തെ ആ ഒരു ഇതിൽ അവരോടൊപ്പം കുറച്ച് നാടകങ്ങൾ അഭിനയിച്ചു. അതുപോലെ തന്നെ തെരുവ് നാടകങ്ങളും ചില വിഷയങ്ങളൊക്കെ അങ്ങനെ ഇവരോടൊപ്പം തന്നെ ഏറ്റെടുത്തു, അവരെ കൂടെ നിന്നു. ഇത്ര മാത്രമാണ് ഞാൻ ആകെ ചെയ്ത തെറ്റ്. അപ്പോൾ ഞാൻ ഒരു വലിയ നക്സൽ പ്രവർത്തകയാണെന്നുള്ള രീതിയിലാണ് എന്നെ ഒരു ദിവസം ഒരു ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്നത്.
അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നെ ഇവിടെ ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്കാണ്. ബത്തേരി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാനും ചോദിച്ചു എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. ഇത്രയേ ഉള്ളൂ. കാരണം അന്ന് അത്രയൊക്കെ തന്നെയല്ല ധൈര്യമൊക്കെ നമുക്കുള്ളൂ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവിടെ വന്ന് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർ അവർ ആരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അറിയാത്ത ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇവർ വിടുന്നൊന്നുമില്ല. വൈകുന്നേരമായിട്ടും അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ എൻ്റെ ഏട്ടൻ വന്ന് അമ്മയും വന്നു, ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞ് വന്നിട്ട് ഒരു മാപ്പ് എഴുതി കൊടുത്തിട്ട് ഇങ്ങ് പോര്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തിനാ മാപ്പ് എഴുതി കൊടുക്കുന്നത്, ഞാൻ മാപ്പൊന്നും എഴുതി കൊടുക്കുന്നില്ല, ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ മാപ്പ് എഴുതി കൊടുക്കും, ഞാൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു മാപ്പ് എഴുതി കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവർ അമ്മേൻ്റെ ഏട്ടൻ്റെ ഒന്നും കൂടെ എന്നെ വിട്ടില്ല, അവിടെ തന്നെ നിർത്തി. പിന്നെ പിറ്റേ ദിവസവും അവിടെ തന്നെ ഇവർ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചോദ്യം ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള PWD ഗസ്റ്റ് ഹൗസ് കൊണ്ടുപോയി എന്നോട് കുറേ ചോദ്യം ചോദിച്ചു. ആരൊക്കെ അറിയാം, നക്സലേറ്റുകാർ ആരൊക്കെ കൂടെ ക്ലാസ് എടുത്തിട്ടുണ്ട്, എന്തെല്ലാം വായിച്ചിട്ടുണ്ട്, എന്താ പുസ്തകങ്ങൾ എന്തൊക്കെയാണ് കയ്യിലുള്ളത്, എവിടേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഞാൻ അറിയാത്ത കുറേ ചോദ്യങ്ങൾ അവർ ചോദിച്ചത്. എനിക്കറിയില്ല എന്നൊക്കെ അവരടുത്ത് പറഞ്ഞിട്ട് അവർ പിന്നെയും വളരെ ഭീകരമായിട്ട്, കാരണം അന്ന് കുറേ ആളുകളെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ അവിടുന്ന് ചെറിയ രീതിയിലൊക്കെ മർദ്ദിച്ചിട്ടുള്ളൂ, മുഖത്ത് 1-2 അടിയൊക്കെ അടിച്ച്, എല്ലാം നിങ്ങൾക്കൊക്കെ നല്ല തല്ല് കിട്ടിയാലേ ശരിയാവുള്ളൂ, എന്നാലേ നിങ്ങൾ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ ലോക്കപ്പ് തന്നെ കൊണ്ടുപോയാക്കി. അപ്പോൾ ലോക്കപ്പ് കൊണ്ടുപോയാക്കിയപ്പോൾ അവിടെ എൻ്റെ തൊട്ട് ജൂനിയർ പഠിക്കുന്നൊരു മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് അവനും ഞാനും അടുത്തടുത്ത്. അപ്പോൾ മുഹമ്മദ് അലി ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞ് കരയണ്ട, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കൊന്നും വേണ്ട, ഒന്നും പറയണ്ട കേട്ടോ, ചോദിച്ചാലും നമ്മൾ ക്ലാസ് എന്താ പങ്കെടുത്തതെന്നൊക്കെ ഇവരോട് എന്തിനാ പറയുന്നു പറഞ്ഞിട്ട് എനിക്ക് എന്തോ ഒന്ന് ധൈര്യം തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ പുറകോട്ടല്ല. അങ്ങനെ ഇവർ അന്നത്തെ ദിവസം അവിടെ നിർത്തി. പിറ്റേ ദിവസം രാത്രിയിലാണ് ഇവർ കോഴിക്കോട്ടേക്ക് കൊണ്ടിരുന്നത്. അങ്ങനെ അപ്പോഴാണ് അടിയന്തരാവസ്ഥയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അറിയുള്ളൂ, അല്ലാണ്ട് നമുക്കറിയില്ല. അത്രമാത്രം ഒന്നും ബുദ്ധിയൊന്നും എനിക്കില്ലല്ലോ, ഒരു 16 വയസ്സുകാരിൻ്റെ ഒരു ബുദ്ധിയല്ലേ ഉള്ളൂ. അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കോഴിക്കോട് കൊണ്ടുവന്ന് വനിതാ സെല്ലിൽ അവിടെ ആണ് ഫസ്റ്റ് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ നിർത്തി 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. എന്നിട്ട് കുറേ ഇവർ ചോദിക്കും, മർദ്ദിക്കും, അടിക്കും, എവിടേക്കാണ് എന്താണ് സ്ഥിതി, തോക്ക് എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയോ, ആരെയൊക്കെ അറിയാം, എന്തൊക്കെ ക്ലാസ്സിൽ പങ്കെടുത്തു, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവരങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിക്കുകയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ കുറേ ഫോട്ടോകൾ കാണിച്ചു തന്നു. അതിൽ കെ വേണുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷേ കെ വേണു ഞങ്ങളടുത്ത് അറിയപ്പെട്ടിരുന്നത് സത്യൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങളോട് അറിയാം സത്യൻ എന്നാണ് പേര്. ക്ലാസ് എടുക്കാനൊക്കെ വരുമ്പോൾ പറയും സത്യൻ ഇയാളെ പേരെന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് എടുത്തിരുന്നത്. അപ്പോൾ കെ വേണുവിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ മധുഭാഷയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്. അപ്പോൾ കെ വേണുവിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേണു അല്ല, ഇത് സത്യനാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞല്ല ഇവരെ നിനക്ക് പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരെ ക്ലാസ്സിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കുറേ പിന്നീടാണ് ഇത് സത്യൻ എന്നുള്ള പേരിൽ വെറുതെ അങ്ങനെയാണ് ഇവർ വന്നത് വയനാട്ടിൽ. ശരിക്കുള്ള പേര് കെ വേണു എന്നൊക്കെ അപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത്. അങ്ങനെ ഏകദേശം 29 ദിവസമാണ് ഞാൻ കോഴിക്കോട് വനിതാ സെല്ലിൽ നിന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മയൊക്കെ ആകെ ബേജാറായി, ഞാനെവിടെയാണെന്നുള്ള ഒരു വിവരമില്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ വന്നിട്ട് എന്തൊക്കെയോ ഒരു കേസിൽ അവിടെ 2-3 സ്ത്രീകൾ ഒരു ദിവസം പിടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അവരെടുത്ത് ഞാൻ ഒരു വനിതാ സെല്ലിലെ പോലീസുകാരിനെ സോപ്പിട്ട് ഒരു വർത്തമാനം പറഞ്ഞൊരു പെന്നും കടലാസും വാങ്ങി ഒരു എഴുതിയിട്ട് ഞാൻ കൊടുത്ത്, അതിൽ എൻ്റെ അമ്മേൻ്റെ അഡ്രസ്സും കൊടുത്ത്, ഞാൻ അങ്ങനെ പോലീസ് ഇവിടെ ഉണ്ട്, വേറൊരു കുഴപ്പമില്ല, ഒന്നും ആരും വേദനിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത്. അപ്പോൾ ഇവർ പുറത്ത് പോയപ്പോൾ ആ ലെറ്റർ അമ്മയ്ക്ക് അയച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ പോലീസ് കസ്റ്റഡിയിൽ കോഴിക്കോട്, അന്ന് കോഴിക്കോട് ജില്ല തന്നെയാണല്ലോ വയനാടും. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് എൻ്റെ അമ്മ അവിടെ വരാൻ വേണ്ടിയിട്ട് നിന്ന് എന്നെ കാണാൻ വേണ്ടി. പക്ഷെ ഞാൻ 29ാമത്തെ ദിവസം എന്നെ രാവിലെ ഇവർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പിന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ ആകെ
വയലൻ്റായിട്ടാണ്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇവർ വെറുതെ ആണ് ചെയ്യുന്നതല്ല. ഇപ്പോൾ കുളിച്ചിട്ടില്ല, ഒരു മാസമായിട്ട് തലയിൽ എണ്ണ വെച്ചിട്ടില്ല, നല്ല മുടി ഉണ്ടായിരുന്നു, എല്ലാം കൂടി ഒരു കട്ടയായിട്ട് ഭയങ്കര ഒരു വല്ലാത്ത എല്ലാം കൂടി എന്തോ എനിക്കൊരു വിഷമം വന്ന്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് CI പിന്നെ പത്മിനി വൻഡസെല്ല അന്നത്തെ CI ആയിരുന്നു. അപ്പോൾ മുമ്പത്തേര് എന്തോ ഒരു പണി എന്നോട് പറഞ്ഞ്, ബാത്റൂമിൽ പോയപ്പോൾ എന്തോ വെള്ളമൊഴിച്ച് കഴുകാൻ എന്തോ ഒന്ന് പറഞ്ഞ്. ഞാനപ്പോൾ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, അത് വെള്ളമൊഴിച്ചാൽ എന്താ നിനക്കെന്ന് ചോദിച്ചു. അല്ല, എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു എനിക്ക് വൻഡസെല്ലിൽ. കാരണം ഒരു മാസമൊക്കെ നിൽക്കുകയെന്ന് പറയുമ്പോൾ ഞങ്ങൾ നല്ല എല്ലാവരുമായിട്ട് ഇങ്ങനെ നല്ലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങ് ദേഷ്യം വന്ന് ഞാൻ മേശൻ പിടിച്ച് ഞാൻ CI പത്മിനി മാഡത്തിനെ പിടിച്ച് ഉന്തി തള്ളിയിട്ടിട്ട് ഞങ്ങൾ ഉന്തും തള്ളും അടിയായി. അങ്ങനെ നന്നായിട്ട് പത്മിനി മാഡത്തിന് നല്ലോണം നെറ്റിമിലൊരു മുറി എന്തോ പറ്റി. പിന്നെ പറയണ്ടല്ലോ, പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ അമ്മ വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് രാത്രിയിലാണ് അന്ന് അമ്മ വരുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ ആണ് എന്നെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. എവിടെ കൊണ്ടുവന്നൊന്നും എനിക്കറിയില്ല. രാത്രി വണ്ടി വന്ന് അതിലെന്നെ കൊണ്ടുപോയി. ഒരു കോടതിയിലൊന്നും കയറ്റിയിട്ടില്ലല്ലോ, കാരണം മിസപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്, ആഭ്യന്തര സുരക്ഷിതത്വ നിയമപ്രകാരം അന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയ പിറ്റേന്ന് രാവിലെയാണ് അമ്മ വന്നത്. അപ്പോൾ അമ്മ വൻഡസെല്ലുണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ അമ്മേനോട് CI പറഞ്ഞ്, മോളെ എന്നെ വരെ തല്ലി ഇതാക്കി പോയതാ, അത് മോള് ഇവിടെ ഒന്നുമില്ല, പിന്നെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ തിരിച്ചു പോന്നു. കാരണം എൻ്റെ അമ്മ ഒരു വെറും ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് ഈ മീനങ്ങാടി ടൗൺ അല്ലാണ്ട് അതിൻ്റെ അപ്പുറമൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയൊന്നുമില്ല. അമ്മ തിരിച്ചു പോയി. പിന്നെ അമ്മയ്ക്ക് വിഷമായി. അങ്ങനെ 29-ാം ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ആക്കി. അവിടെ ചെന്നപ്പോൾ അജിതേച്ചിൻ്റെ അമ്മ മന്ദാകിനി ഉണ്ടായിരുന്നു. ഞാനും മായും കൂടി ഒരു ഇതിലായിരുന്നു. മായും അതേ മിസപ്രകാരം തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. അച്ഛന് കുന്നിക്കൽ നാരായണന് അവരും ഉണ്ടായിരുന്നു അപ്പുറത്ത്. പിന്നെ വീരേന്ദ്രന്മാരും എല്ലാവരും അന്നിപ്പോൾ കുറേ പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ണൂരിലൊക്കെ ചെന്ന് ഞാൻ ഭയങ്കര ക്ഷീണാവസ്ഥയിലായിരുന്നു. ഒരു മാസത്തെ പോലീസ് കസ്റ്റഡിയിൽ ആ ഒരു ജീവിതം. കാലിനൊക്കെ നീരായിരുന്നു, ഭയങ്കര നീര്. ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പിണറായിനെ കണ്ടിട്ടുണ്ടായിരുന്നു. മിണ്ടാനൊന്നും പറ്റില്ല. പിണറായി വിജയൻ സഖാവിനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെയാണ് അവിടെ നിന്നൊക്കെ ഒന്ന് കണ്ടാലും ആരാ എന്താണെന്നൊന്നും അറിയൊന്നുമില്ല. അങ്ങനെ പിന്നെ 17 മാസം ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്നു. മിസപ്രകാരമൊക്കെ ആയിരുന്നു. പിന്നെ ദയാഹർജി എഴുതി കൊടുക്കാൻ അതും ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ അതിനൊന്നും നിന്നില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ ചെന്നപ്പോൾ നല്ല ഉഷാറായിരുന്നു. പുസ്തകം വായനയും മാവസെത്തുങ്ങിൻ്റെ അത് ഇതൊക്കെ പ്രാക്ടീസ് ആൻഡ് നോളേജ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ തർജ്ജമയാക്കി ഹിന്ദിയാണ് നന്നായിട്ട് അറിയുക. ഞാനും അങ്ങനെ എൻ്റെ കൂടെ അങ്ങനെ കൂടി വലിയ പ്രശ്നമില്ലാണ്ട്. ജയിലിൽ നിന്നും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് അജിതേച്ചി പൂജപ്പുര ജയിലിലുണ്ടായിരുന്നു, തിരുവനന്തപുരം. പുൽപ്പിള്ള കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവർ കാണാൻ വേണ്ടിയിട്ട് മോളെ കാണണമെന്ന് പറഞ്ഞിട്ടൊരു ഹർജി ഹൈക്കോടതി കൊടുത്തിട്ട്, അപ്പോൾ കാണാൻ സമ്മതിക്കാത്തൊരു ഓർഡറൊക്കെ വന്നപ്പോൾ മായവും കുന്നിക്കലൊക്കെ നിരാഹാരമായിരുന്നു. അങ്ങനെ മാനവർ കുറേ ഉപദ്രവിച്ച്. അപ്പോൾ ഞാൻ ചെന്ന് പിടിച്ച് നല്ലോണം മാനത്തടുത്ത് വെച്ച് മാനം തല്ലുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ട്. അങ്ങനെ അവിടെ നിന്നും പിന്നെ എന്നെ ജയിലിൽ ഒറ്റ സെല്ലിലിട്ട് 5 ദിവസം ഒറ്റ സെല്ലിൽ എന്നെ കിടത്തി. അതിന് പണിഷ്മെൻ്റായിട്ട്. അപ്പോൾ പിന്നെ ഇവർ പിന്നെ രണ്ടാമത് നിരാഹാരമൊക്കെ ചെയ്തിട്ടാണ് പിന്നെ എന്നെ പുറത്ത് വിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ആ ഒരു അന്നത്തെ കാലത്തിലെ ആ ജീവിതത്തിൻ്റെ അനുഭവം എന്തോ മനസ്സിന് നല്ലൊരു കരുത്തുണ്ടായിരുന്നു. ആ കരുത്തിലൂടെ തന്നെ ഞാൻ ജയിൽ ജീവിതവും എല്ലാം തരണം ചെയ്ത് പിന്നെ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടും വളരെയധികം ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ മാത്രം എന്നെ കാണാൻ വന്നു. ബാക്കിയുള്ളവരെല്ലാവരും നക്സലൈറ്റ് എന്ന് മുദ്ര കുത്തിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ കാണുമ്പോൾ പേടിയായിട്ട് മാറി നടന്നവരുണ്ട്. ഞാൻ കൂളായിട്ട് തന്നെ നടന്നു, പുറത്തിറങ്ങി ഞാൻ നടന്നു. അന്നും ഇവിടുത്തെ എന്നെ ഫസ്റ്റ് എനിക്ക് ഒരു സ്വീകരണ കാര്യമൊക്കെ തരുന്നത് SFIക്കാരാണ്. അതുപോലെ പാർട്ടിക്കാരൊക്കെ ബന്ധപ്പെട്ടിരുന്നു.
അതേപോലെ തന്നെ പിന്നീട് സെൻറ്റ് മേരീസ് കോളേജിലെ കുറച്ച് സ്റ്റുഡൻസ് ബത്തേരി ടൗണിൽ വെച്ചിട്ട് എനിക്കൊരു സ്വീകരണം തന്നു. എന്തായാലും ഞാൻ എൻ്റെ ആ ഒരു ഊർജ്ജമൊന്നും വിട്ടില്ല. ഞാനൊരു ജയിലിലേക്കൊക്കെ പോയി ഇനി എനിക്ക് ജീവിതത്തിൽ ഒക്കെ ഒന്നും വേണ്ട എന്നുള്ള ചിന്തയിൽ ജീവിക്കാൻ എനിക്ക് തോന്നിയില്ല. എനിക്ക് വീണ്ടും എനിക്ക് നല്ല ധൈര്യത്തിൽ തന്നെ ഞാൻ നടന്നു. പിന്നെ പാർട്ടീൻ്റെ കൂടെയും കുറച്ചൊക്കെ അങ്ങനെ നിന്നു. വന്നു കഴിഞ്ഞപ്പോൾ സാംസ്കാരിക വേദി രണ്ടാമതൊരു രൂപീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അന്ന് കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്ന് മുരളി മാഷൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ജയിലിൽ തന്നെയായിരുന്നു. ജയിലിൽ നിന്ന് എല്ലാവരും ഒക്കെ തിരിച്ചു വന്നിട്ട് പിന്നെയും സാംസ്കാരിക വേദീൻ്റെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി.